ഇറങ്ങി നമ്മള് കേറിയ മലയേതറിയോ? ഇതല്ല അത് പൈതൽ മലയിൽ പോവാത്ത കണ്ണൂരാരും കാസർഗോഡാരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടാ. പക്ഷെ ഞാനുണ്ട്, ഞാൻ ആദ്യമായിട്ടാന്നേ. നമ്മളെ നാട്ടിൽ ഇതുപോലെ കാണാൻ പറ്റിയ ഒരുപാട് ഹിൽ സ്റ്റേഷൻസ് ഉണ്ടെങ്കിലും ഞാൻ ഇതുവരെ എവിടെയും പോയിട്ടാ. എനിക്ക് പറഞ്ഞ പണിയല്ല ഈ ട്രെക്കിങ്. എന്നാലും 2025 പുതിയ കൊല്ലം അല്ലേ, ഫേസ് ദ ഫിയർ എന്ന് പറഞ്ഞ പോലെ എനിക്ക് പേടിയുള്ള കാര്യങ്ങളെല്ലാം ഇക്കൊല്ലം അങ്ങ് ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ച്. അങ്ങനെ 2025 നമ്മൾ 3 ആളെയും ആദ്യത്തെ ട്രിപ്പ്. രാവിലെ എണീച്ചിട്ട് സൺറൈസ് കാണാൻ പോവാന്നെല്ലാം പ്ലാൻ ചെയ്തെങ്കിലും എല്ലാരും എണീച്ച് റെഡിയായി വരുമ്പോഴത്തേക്കും സൺ വല്ലാണ്ടങ്ങ് റൈസായി പോയി. പോകുന്ന വൈക്കിലെ കാഴ്ചകൾ ഉണ്ടല്ലോ. നടന്നു കയറാൻ പോകുന്നത് ഒരു 1.5 കയറ്റാന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഇല്ലോണ്ട് തന്നെ ഓള് ബോഡിയിലൊന്ന് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടാ. എനിക്ക് പിന്നെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ നോക്കി നിന്ന് അതിന്റെ ബാക്കി പണി എനിക്ക് കിട്ടി. അവിടെ ഒന്നും ഉണ്ടാ 10 മണിക്ക് ഇനി എത്ര കേറാണ്ട് നല്ല ബോധം ഉണ്ടെങ്കിൽ. നടുവിന് വയ്യ, കാലിന് വയ്യ, വയസ്സായി 26. കാലിന്റെ മുട്ടിനും 26 ആണെന്ന് അറിയില്ല, 60 വയസ്സായ മതിയാണ്. 1/2 കിലോമീറ്ററിന്റെ അടുത്ത് കയറുമ്പോൾ തന്നെ കാലെല്ലാം കൊയഞ്ഞ് കഥപ്പെല്ലാം കൂടി ആകെ അലക്കായിട്ടാ. പക്ഷെ എന്ത് നോക്കിയേ, ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. മനസ്സിന് ചെറിയ ആശ്വാസം ഉണ്ടെങ്കിലും ബോഡിക്ക് അതൊന്നും പറ്റുന്നില്ല കേട്ടാ. കാലൊക്കെ വല്ലാണ്ടൊക്കെ കൊയഞ്ഞു പോയി. അതിൻ്റെ ഇടയിൽ ഇരിക്കാൻ വേണ്ടി കുറച്ച് പാറകളെല്ലാം ഉണ്ടായതുകൊണ്ട് ഇടക്കിടക്കെ ഇരുന്ന് ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ അമ്മ മേലെ എത്തിയത്. ഈ വടി കുത്തുന്ന കഴിയുമ്പോൾ കാലുവേദന മാത്രം സഹിച്ചാൽ മതി. ഇപ്പം ഇത് കുത്തി നടന്ന് കൈവേദനയും സഹിക്കണം. കാടാണ് കേട്ടോ മൊത്തം. വിദ്യയുടെ മോനും ഉണ്ട് കേട്ടോ കൂടെ. ഓൻ ഇതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും സമയം എടുത്തിട്ടാണോ ട്രെക്കിങ് ചെയ്യുന്നത്? ഇതൊന്നും അല്ല ട്രെക്കിംഗ് എന്നില്ല പരാതി കേട്ടോ അവന്. ഇതിനാരോ സപ്പോർട്ട് ചെയ്യുന്നേ? ഈ ഒരു കുഞ്ഞു കല്ലാണ്, ഇന്നൊരു പാഠം മനസ്സിലാക്കണം. ദൈവമുണ്ട്. ഒരു കാൽഭാഗം കയറിയിരുന്ന് തന്നെ നമ്മളെ കിളി പോയിട്ടാ. നമ്മളല്ല എൻ്റെ നമുക്ക് ശേഷം വന്ന കുറെ ഗ്യാങ് ഒക്കെ ഉണ്ടായേ. അവരൊക്കെ ഞാൻ ഭയങ്കര മോട്ടിവേഷൻ ഇൻസ്പിറേഷനിൽ കൊടുത്ത് മേലേക്ക് പറഞ്ഞു വിട്ടു. ആങ്സൈറ്റിയിൽ ഇല്ലോണ്ട് തന്നെ ഈ കാട്ടിന്റെ ഉള്ളിൽ ഇത്രയും സമയം സർവൈവ് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും എന്നുള്ളതെല്ലാം എനിക്കൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടാ. ഞാൻ പറഞ്ഞല്ലേ ഇതിലും വലുതെല്ലാം ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ ഇതൊരു ട്രയൽ, പഠിക്കണ്ടേ? എനിക്ക് കഴിയുന്നില്ല, ഓടി നോക്കിയേ. അയ്യോ എനിക്ക് തീരെ സ്റ്റാമിന ഇല്ല ഗൈസ്, ഓവറേ. എന്നെ കൊണ്ട് പറഞ്ഞ പണിയല്ല. ഇത്രയും കഥക്കുമ്പോൾ ഈ വീഡിയോയിൽ എടുക്കാനുള്ള മനസ്സുണ്ടല്ലോ എന്നല്ലായിരിക്കുമല്ലോ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തപ്പോൾ വീഡിയോ എടുക്കട്ടോ, എനിക്ക് ഇതെല്ലാം ഒരു മെമ്മറീസ് ആണ്. അതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയും. അതിൻ്റെ ആ ഒരു സെക്കൻഡ് സമയം കൊണ്ട് നമ്മൾ എടുക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അത് എത്ര കാലം കഴിഞ്ഞാലും കാണാമല്ലോ. ഇനിയും വലിയ വലിയ നിലയിലേക്ക് എത്തിയ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ട്രെക്കിങ് ചെയ്തതെന്നുള്ള ആലോചിക്കാമല്ലോ. അങ്ങനെ എത്രയും കഷ്ടപ്പെട്ട് വടിയും കുത്തി കാലും കയച്ച് ഓടി ചാടി നടന്ന് ഇരുന്നും കിടന്നും കയറിയ സ്ഥലം കണ്ടോ. ഇത് കാണാനാണ്. ഈ ഒരു സീൻ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഉണ്ടല്ലോ എൻ്റെ മക്കളെ. അനക്കുണ്ടല്ലോ, ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ നാട്ടിൽ ഇതുപോലെ റാണിപുരം പാലക്കയം തട്ടും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായി. ഞാൻ നേടി പോയിട്ടാ. പക്ഷെ ഇതുണ്ടല്ലോ, അയ്യോ ഒരു രക്ഷയില്ല. നമ്മളെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമല്ലേ. അപ്പം ഇത് കാണുന്ന ഇതിനടുത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും വരണം കേട്ടാ. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഈ കയറിയാലും ഒന്നും വെറുതെ ആവില്ല. അയ്യോ ഈ ക്യാമറയിൽ ഇത്രയും ഭംഗി കിട്ടുന്നുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഉണ്ടല്ലോ. അയ്യോ എനക്കുണ്ടല്ലോ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും രസമായിരുന്നേ. നമ്മളിത് കയറി മേലെത്തുമ്പോഴത്തേക്കും കുറേ ലേറ്റായി, ഉച്ചയായി, വെയിലൊക്കെ വന്നിനെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടാ. വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഗ്യാങ് ആയിട്ടെല്ലാം വരാട്ടാ. അതാകുമ്പോൾ കയറാനൊരു സുഖം ഉണ്ടാവും. ഇപ്പൊ നമ്മ 3 ആളും തന്നെ ഈ വരുന്നതിന്റെ ഇടയിൽ ഈ കയറുന്നതിന്റെ ഇടയിൽ കുറെ പ്രാവശ്യം കലമ്പി ചൂടായി ദേഷ്യം പിടിച്ച് ചിരിച്ച് കളിച്ച് പാട്ട് പാടി അങ്ങനെ കയറിയാന്നിട്ടാ. കുറെ നാളായി ഞാൻ ഇവരെ കൂടെല്ലാം വീഡിയോ ഇടുമ്പോൾ കുറെ മെസ്സേജെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ആരാന്നില്ലതെല്ലാം ഇവർ രണ്ടാളും എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം. 1ാം ക്ലാസ് മുതലേ ഒരുമിച്ച് പഠിച്ചവരാണ് കേട്ടാ. പിന്നെ ഇവൻ എൻ്റെ കസിനാണ്, കാരണവൻ്റെ അമ്മ. അങ്ങനെ ആ നല്ല കാഴ്ചകളൊക്കെ കണ്ട് കുറെ സംസാരിച്ച് കുറെ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മ താഴേക്ക് ഇറങ്ങിയിട്ടാ. അന്നേരാണ് ആ ചതി എനിക്ക് മനസ്സിലായത്. കേറിയതൊന്നുമല്ല ഗൈസ് പണി. ഇറങ്ങുമ്പോ ഉണ്ടല്ലോ ബ്രേക്കിട്ട് വേണ്ട ഇറങ്ങാൻ വേണ്ടിട്ട് കൈയും കാലം ഒരു ഇതായി ഇറങ്ങി ഗൈസ്. ഇറങ്ങി നമ്മള് കേറിയ മലയേതറിയോ? ഇതല്ല അത് എങ്ങനെയുണ്ട് വിദ്യ? കയറ്റൊരു പണിയില്ല ഗൈസ്, ഇറക്കൊരു പണിയാണ്. ഇറക്കം ഒന്നൊന്നര പണിയാണ്. അയ്യോ
എനിക്ക് വിശന്ന് മരിച്ച് നമ്മുടെ കൈകാലില് വിറക്കുന്നു. ഇതെന്താടാ, ഞാൻ എന്താ വല്ല സിനിമയും കാണുന്നതാ? എന്തായാലും കുറെ സമയം എടുത്തിട്ടായാലും ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. ആ കാഴ്ചകൾ ഇപ്പൊ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇനിയും പോകണം. ഇനി ഇതിനേക്കാൾ വലുത് കയറണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. ഇൻഷാല്ല സെറ്റാക്കാം. അപ്പൊ എന്താ 2025 നിങ്ങളെ ഗോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കോട്ടാ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പിലെ 2026 ആവും. പോയവരൊക്കെ കമന്റ് ഇടാ, പോവാത്തവരൊക്കെ പെട്ടെന്ന് പോവാ. ബൈ.